നമസ്കാരം എല്ലാ മലയാളി വാർത്താ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറും ഗൂഢാലോചന നടത്തിയെന്ന റിമാൻഡ് റിപ്പോർട്ടും പുറത്ത്. രേഖകളിൽ കൃത്രിമം നടത്തിയെന്നും ബോർഡിന് നഷ്ടമുണ്ടാക്കാനായി പ്രതികൾ സഹകരിച്ചുവെന്നും അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അതേസമയം വിജയകുമാറിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. അടുത്ത മാസം 12 വരെയാണ് റിമാൻഡ് കാലാവധി. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് പ്രതിയെ റിമാൻഡ് ചെയ്തത്. വിജയകുമാർ സമർപ്പിച്ച ജാമ്യാപേക്ഷ ഈ മാസം 31-ന് പരിഗണിക്കും. ദേവസ്വം ബോർഡ് മുൻ അംഗമാണ് എൻ വിജയകുമാർ. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളി കൊടുത്തുവിടാൻ തീരുമാനമെടുത്തതിൽ ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിനൊപ്പം വിജയകുമാറിനും പങ്കുണ്ടെന്ന് കണ്ടെത്തിയാണ് അറസ്റ്റ്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ ശേഷം സുഹൃത്തിന്റെ വീട്ടിലേക്ക് മാറിയ വിജയകുമാർ ഉച്ചയോടെ SIT ഓഫീസിൽ ഹാജരാകുകയായിരുന്നു. സെക്രട്ടേറിയറ്റിലെ CPM സംഘടനയുടെ പ്രസിഡന്റായിരുന്നു വിജയകുമാർ. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും ഒപ്പം ബോർഡിൽ അംഗങ്ങളായ N വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ലെന്ന് ഹൈക്കോടതിയുടെ ചോദ്യം. വമ്പൻ സ്രാവുകളിലേക്ക് അന്വേഷണം നീങ്ങണമെന്ന കോടതിയുടെ കർശന നിർദ്ദേശം കൂടി വന്നതിന് പിന്നാലെയാണ് അടുത്ത അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കടന്നത്. 2 അംഗങ്ങളെ SIT അറസ്റ്റ് ചെയ്യാൻ ഒരുങ്ങുന്നതിനിടെയാണ് വിജയകുമാർ SIT ഓഫീസിലെത്തി കീഴടങ്ങിയത്. മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതിനു ശേഷം വിജയകുമാർ ഒളിവിലായിരുന്നു. ഹൈക്കോടതി പരാമർശത്തിന് പിന്നാലെ SIT വിജയകുമാറിന്റെയും ബന്ധുക്കളുടെയും വീട്ടിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു. ഇതറിഞ്ഞ വിജയകുമാർ താൻ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് അടുത്ത സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചു. ഇതിനു പിന്നാലെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം എത്തി വിജയകുമാർ കീഴടങ്ങുകയായിരുന്നു. ബോർഡിന് നഷ്ടമാകും വിധം പ്രതികളെ സഹായിക്കാൻ രേഖകളിൽ കൃത്രിമം നടത്തിയെന്നതടക്കമുള്ള കുറ്റമാണ് വിജയകുമാറിനെതിരായ റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. വിജയകുമാറിനെ 12 വരെ റിമാൻഡ് ചെയ്തു. വിജയകുമാറിന് കുരുക്കായത് പത്മകുമാറിന്റെ മൊഴിയും മിനിറ്റ്സുമാണ്. 2019 മാർച്ച് 19-ന് പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറുമ്പോൾ മിനിറ്റ്സിൽ ചെമ്പെന്ന് പത്മകുമാർ തിരുത്തി എഴുതിയതാണ് നിർണായകമായത്. എല്ലാം പത്മകുമാർ മാത്രം അറിഞ്ഞാണെന്ന് വിജയകുമാറും ശങ്കരദാസും മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ബോർഡ് എടുത്ത തീരുമാനത്തിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നായിരുന്നു ജാമ്യാപേക്ഷയിലെ പത്മകുമാറിന്റെ ചോദ്യം. പക്ഷാഘാതം ബാധിച്ച KP ശങ്കരദാസ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശങ്കരദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 1-ന് കോടതി പരിഗണിക്കും. ഇടത് സംഘടന സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ പ്രസിഡന്റായിരിക്കെ വിജയകുമാറിനെ അക്രമ സമരത്തിന്റെ പേരിൽ UDF സർക്കാർ പിരിച്ചുവിട്ടിരുന്നു. VS സർക്കാർ തിരിച്ചെടുത്തു. വിരമിച്ച ശേഷം CPM നോമിനിയായാണ് ബോർഡിലെത്തുന്നത്. നിലവിൽ തിരുവല്ലം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗമാണ് N വിജയകുമാർ. സ്വർണ്ണക്കൊള്ളിൽ രാജ്യാന്തര ബന്ധത്തിന്റെ കണ്ണിയെന്ന് പ്രവാസി വ്യവസായി മൊഴി നൽകിയ ഡിണ്ടിഗൽ സ്വദേശി മണിയെ നാളെ SIT ചോദ്യം ചെയ്യും. അതേസമയം ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ ഡിണ്ടിഗൽ മണിയെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും. കേസിൽ ഹാജരാകാൻ മണിക്ക് നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം മണിയുടെ ഓഫീസിൽ SIT പരിശോധന നടത്തിയിരുന്നു. പക്ഷേ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ല, കള്ളക്കടത്തുമായി ബന്ധമില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് മണി നടത്തിയത്. എന്നാൽ അന്വേഷണ സംഘം നടപടികൾ കർശനമാക്കിയതോടെ ഇന്ന് ഹാജരാകാമെന്ന് മണി സമ്മതിക്കുകയായിരുന്നു. മണിക്ക് വ്യാജ SIM കാർഡുകൾ എടുത്ത് നൽകിയവരോടും ഇന്ന് ഹാജരാകുക എന്ന നിർദ്ദേശമാണ് അന്വേഷണ സംഘം നൽകിയിരിക്കുന്നത്. ശബരിമല ഉൾപ്പെടെ കേരളത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വിലപിടിപ്പുള്ള ഉരുപ്പടികൾ മണിയും സംഘവും വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇന്നത്തെ ചോദ്യം ചെയ്യലോടെ വ്യക്തത കിട്ടുമെന്നാണ് പോലീസിന്റെ നിഗമനം. കേസിൽ രാജ്യാന്തര സ്വർണ്ണക്കടത്ത് സംഘങ്ങളുടെ പങ്കാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതേസമയം നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികളായ ഗോവർദ്ധൻ, പങ്കജ് ഭണ്ഡാരി എന്നിവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ SIT കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും. പ്രതികളെ മുഖാമുഖം ഇരുത്തി ചോദ്യം ചെയ്യുന്നതോടെ കേസിലെ കൂടുതൽ ഉന്നതരുടെ പങ്ക് പുറത്തുവരുമെന്നാണ് സൂചന. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിശദമായി പരിശോധിച്ചെന്നും അപ്രതീക്ഷിത പരാജയവും പരിഹാര നടപടികളുമാണ് നേതൃയോഗം ചർച്ച ചെയ്തതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തലുമായി മുന്നോട്ടു പോകുമെന്നും വോട്ടിംഗ് കണക്ക് നോക്കിയാൽ 60 നിയമസഭാ മണ്ഡലങ്ങളിൽ വ്യക്തമായ ലീഡുണ്ടെന്നും ശരിയായ രാഷ്ട്രീയ പ്രചാരണവും സംഘടനാ മികവും ഉണ്ടെങ്കിൽ തിരിച്ചുപിടിക്കാമെന്നും സർക്കാരിനെ കുറിച്ച് മികച്ച അഭിപ്രായമാണുള്ളതെന്നും പറഞ്ഞു. മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരം നിലനിർത്താൻ സാധിക്കും. കള്ളപ്രചാരവേലയുടെ അടിസ്ഥാനത്തിലാണ് UDF BJP വോട്ട് തേടിയതെന്നും MV ഗോവിന്ദൻ പറഞ്ഞത്. കൂടാതെ വികസന നേട്ടങ്ങൾ ജനങ്ങൾ തിരിച്ചറിയാതിരിക്കാൻ വർഗീയ പ്രചരണത്തിലൂടെ വോട്ട് പിടിക്കാൻ ശ്രമിച്ചെന്നും തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ജയിച്ച 41 വാർഡിൽ UDF 3-ാം സ്ഥാനത്താണ്. സംസ്ഥാനത്താകെ ഇതേ അവസ്ഥയാണ്. പരസ്പരം വോട്ട് കൈമാറ്റം നടന്നിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു.
ശബരിമല പോലുള്ള വിഷയങ്ങളിൽ UDF BJP ശക്തമായ കള്ളപ്രചാര വേല നടത്തിയിരുന്നു. ആ പരിശ്രമം അവർ ഉദ്ദേശിച്ച പോലെ വിജയിച്ചില്ല. കണക്കുകൾ ഇതാണ് കാണിക്കുന്നത്. ശബരിമല ഉൾക്കൊള്ളുന്ന പന്തളം മുനിസിപ്പാലിറ്റി BJPയിൽ നിന്ന് LDF പിടിച്ചെടുത്തു. പണക്കൊഴുപ്പിന്റെ വലിയ സ്വാധീനം UDFും BJP ഉപയോഗിച്ചു. BJPക്ക് കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ സീറ്റുകളിൽ മത്സരിച്ചിട്ടും നേരിയ വർധനവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അവരുടെ അവകാശവാദങ്ങൾ പൊളിഞ്ഞു. പാലക്കാട് പോലും കേവല ഭൂരിപക്ഷം നേടാനായില്ല. യഥാർത്ഥത്തിൽ BJP നേരിട്ടതും പ്രതിരോധിച്ചത് LDF ആണെന്നും MP ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അറസ്റ്റ് ചെയ്ത തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാറിനെ ജനുവരി 12 വരെ റിമാൻഡ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള 2 കേസിൽ വിജയകുമാർ പ്രതിയാണ്. ഇയാളുടെ ജാമ്യാപേക്ഷ ഡിസംബർ 31 കോടതി പരിഗണിക്കും. തിരുവനന്തപുരം പ്രത്യേക വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. മറ്റു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ വേണ്ടി അന്വേഷണ സംഘം സമർപ്പിച്ച അപേക്ഷ, ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ ജാമ്യാപേക്ഷ എന്നിവ കോടതി ഇന്ന് പരിഗണിക്കും. സ്വർണ്ണപ്പാളിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടതിന് ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിരീക്ഷിച്ചിരുന്നു. കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന് പത്മകുമാറും മൊഴി നൽകിയിരുന്നു. മൊഴി സാധൂകരിക്കുന്ന നടപടിയാണ് വിജയകുമാറിന്റെ അറസ്റ്റ്. പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന കാലത്ത് ചുമതലയുണ്ടായിരുന്ന അംഗമാണ് N വിജയകുമാർ. KP ശങ്കരദാസിനെ N വിജയകുമാറിനെ ചോദ്യം ചെയ്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ട് SIT നോട്ടീസ് നൽകിയിരുന്നെങ്കിലും ഇരുവരും ഹാജരായിരുന്നില്ല. മുൻകൂർ ജാമ്യഹർജി കൊല്ലം കോടതിയിൽ വിജയകുമാർ നൽകിയിരുന്നെങ്കിലും SIT അറസ്റ്റിലേക്ക് കടക്കുകയായിരുന്നു. ഉദ്യോഗസ്ഥരാണ് സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നടത്തിയിരുന്നതെന്നും ബോർഡ് അംഗമായ തനിക്കതിൽ പങ്കില്ലെന്നുമാണ് വിജയകുമാർ നേരത്തെ പറഞ്ഞിരുന്നത്. CPM നേതാവ് കൂടിയാണ് അറസ്റ്റിലായ വിജയകുമാറിലേക്കും ശങ്കരദാസിലേക്കും അന്വേഷണം നീളുന്നില്ലെന്ന് കോടതി വിമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.